സ്വന്തമാക്കി. ഇത് ട്രൈ ചെയ്തു. ഇതാണ് യെസ് ഫ്രണ്ട്സ്, കണ്ടില്ലേ? എന്ത് സ്ഥലമാണെന്ന് നോക്കിയേ. ഇവിടെയുള്ള നാട്ടുകാരുടെ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അവരിവിടെ ജനിച്ചു എന്നുള്ളത് തന്നെ ഭാഗ്യം ചെയ്തവർ. എല്ലാവരും സിറ്റിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ ഞാൻ ഒരിക്കലും അല്ല. എനിക്ക് ഈ റൂറലിലേക്ക് പോകാനാണ് ആഗ്രഹം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. മിക്കവർക്കും അതായിരിക്കും ഉത്തരം. എന്തിനാണ് ഈ ബിസി ലൈഫായിട്ടുള്ള സ്ഥലത്തിലേക്കൊരു യാത്ര? അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പോയിരുന്ന് വൈബായിട്ട് ചായ കുടിക്കും. ഉഴുന്നോടെ കഴിച്ചാലോ? മാമ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു ഉഴുന്നോടയും രണ്ട് ഉഴുന്നോട. പണ്ട് മനുഷ്യരുടെ കൃഷി സ്ഥലത്തുള്ള കയറ്റി അടച്ചു നിർത്തി. പുറത്തുനിന്ന് അവിടെ പോകും. ആ മലയുടെ പേരോ? കന്നിക്കൂൺമൂർ. ഈ കൂനിച്ചുമല ഈ ഭാഗത്തല്ലേ മാമ? കുരിശുമല നിങ്ങളെ പാലത്തിന്റെ അടുത്ത് നോക്കുമ്പോൾ അങ്ങോട്ട് കാണുന്നുണ്ട്. പോയി നമ്മള് 3-4 ദിവസം മുമ്പ് അവിടെ പോയി. ഇന്നലെ തൊട്ടിപ്പാലം കിഴക്കൻ മലയില്ലേ, അവിടെ പോയി. ഇനിയാണ് ഇന്നിവിടെ. ഇനി ഇവിടെ അടുത്ത് വേറെ വല്ല സ്ഥലങ്ങളുണ്ടാവാമോ? ഇവിടെ അപ്പുറത്തോട്ട് അവിടെ ഒരു ബോർഡുണ്ട്, അതിന്റെ മേളിൽ കയറി ചെറിയൊരു വെള്ളച്ചാട്ടം കുളിക്കാൻ പറ്റുന്ന. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് വന്നത്. ഇത് ട്രൈ ചെയ്തു. ഇതാണ് പഴമ്പുഴ. ആനക്കുളം വാട്ടർഫാൾസിലേക്കാണ് ശരിക്കും നമ്മൾ വന്നത്. അതിവിടെ നിന്നാണ് നവംബർ. ഇവിടെ വന്നപ്പോൾ ഇവിടെ അങ്ങ് നിന്നു നോക്കി. അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടുത്തെ ആനക്കുളം വാട്ടർഫാൾസിലേക്ക് വന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ഇതിൻ്റെ സൗന്ദര്യത്തിൽ നമ്മളെല്ലാം മറന്നു. മാപ്പ് നോക്കിയില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് അതിനകത്തൊക്കെയാണ് ആ സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് അനുഭവിക്കണം കേട്ടോ. വണ്ടികളൊക്കെ വരും. കാറിന് മാരുതി 800 ഒമിനി, ഓട്ടോ, ബൈക്കുകൾ, വേറെ വലിയ വണ്ടികളൊന്നും വരില്ല. പാർക്ക് ചെയ്താലും ഒരുപാട് പാർക്കിംഗ്. ഞങ്ങളെ വണ്ടി മാത്രമേ ഉള്ളൂ കേസ്, വേറെ ഒരു വണ്ടിയും ഇല്ല. അതെ, ബൈക്ക് പാർക്കിങ്സിൽ അവിടെ ബൈക്ക് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. ഒരു കാർ കയറിയാൽ തന്നെ ആ റോഡ് ബ്ലോക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും വയ്ക്കാൻ പറ്റില്ല ഈ ബൈക്ക് വയ്ക്കുന്നിടത്ത്. അവിടെ ബൈക്ക് മാത്രമേ വയ്ക്കാൻ പറ്റും. നല്ല കണ്ടോ കുളിക്കാൻ തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ആനക്കുളം വാട്ടർഫാൾസിലേക്ക് പോകും. ചായ കുടിയും പരിപാടിയൊക്കെ കഴിച്ച് നല്ല അടിപൊളി ചായ അടിപൊളി കടി, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല മൊരിയുള്ള വാഴയ്ക്കപ്പം സംഭവം. സാധനം ഇതൊക്കെ തിരുവനന്തപുരത്തുള്ളമാരൊക്കെ അടുത്ത് പൊട്ടം കണം തീർന്നു. സത്യം. നമുക്ക് ഇവിടെ വന്ന് ചായക്കട നല്ല സാധനവും തരൂല. അല്ലെങ്കിൽ ഒരു 10 രൂപ കൂടിപ്പോയി 1 രൂപ കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ല സാധനം തരണ്ടേ? അതെ അതെ. അതില്ല, പൈസ വേണം. സാധനം കെട്ട സാധനം തരും. നോർമൽ റേറ്റൊക്കെയാണ് 10 രൂപയാണ് എല്ലാത്തിനും. പക്ഷേ ടേസ്റ്റ് പീക്കാണ്. യെസ് ഫ്രണ്ട്സ്, കണ്ടില്ലേ?
ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളും മനസ്സേ പാവം. ഈ വഴിയല്ലേ? പാവം നീയും മഴിയിൽ ചിട്ടയുണയും പാല് പിറയും പക്ഷി പറയും ഭൂമിയിലനുഭവം മറന്ന് തെന്നിപ്പറന്ന പൊൻകിനാക്കളെല്ലാം. വാവ്, ഗ്രേറ്റ്. ദേ അടുത്ത സ്പോട്ട്. ഇതാണോ? ഏ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. ആർത്തേലും ചോദിക്കാം. എന്തായാലും അതല്ല ആനക്കുളം. യെസ് 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 CD100ന്റെ ഒരുപാട് വലിച്ചെടു. ഒരിക്കലല്ല, ആനക്കുളം വാട്ടർഫാൾ അതല്ല. അല്ലല്ലല്ല, ആനക്കുളം വലുതാണ് അത്യാവശ്യം, ഒരുപാടല്ല. എന്നാൽ ഇതല്ല. ഓ, ഈ വഴി എന്നും തോന്നും. ആണായിരിക്കും. മാപ്പ് അങ്ങനെയാണ് കാണിക്കണം. അവിടെ കൂടെ വഴി ഉണ്ടാവാൻ വഴിയില്ല. യെസ്, ഇതുപോലത്തെ ഒരു സ്ട്രാറ്റത്തിലാണ് നമ്മൾ വന്ന് കയറുന്നത്. ചോദിക്കാം, ഇവിടെ നാട്ടുകാരെങ്കിലും ഉണ്ടോ? അരേ അണ്ണ, തൊട്ടതെല്ലാം ധൂൾ പറക്കുതും. എന്തിനെന്നറിയില്ല, എങ്ങിനെന്നറിയില്ല, എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി, ഇഷ്ടമായി. ഇത് തന്നെ ചോദിച്ചോ കാര്യത്തിൽ അങ്ങോട്ട്. അവിടെ ആരും ഇരിക്കും. ഇതെന്ത് സ്ഥലമാണ്? ഇത് കാണണ്ടേ? ഇതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് പോകാൻ പറ. എന്നാണെന്നറിയില്ല, എവിടെ എന്നറിയില്ല, ഇനിയിപ്പോ നമ്മൾ ആരെടുത്ത് പോയി ചോദിക്കും? കൊണ്ടോ തന്നല്ലേ? ആ ചെറിയ വെള്ളച്ചാട്ടം വഴി നടന്നായിരിക്കും പോകണ്ടല്ലേ? എന്തായാലും നമുക്കൊന്ന് കയറി നോക്കിയാലോ. അത് ഒരു കിടിൽ ഓഫ് റോഡ് സ്പോട്ടാണ്. CD100ന്റെ പവർ തെളിയിക്കാൻ പറ്റിയൊരു. ലോകത്തിൻ്റെ ഏത് കോണുകളിലും CD100ൽ ഞാനെത്തും. ഐ ആം വാച്ചിങ് യു. പക്ഷെ മാപ്പ് ഇങ്ങോട്ടൊക്കെ കാണിച്ച് ഇങ്ങ് പ്രൊജക്റ്റ് ചെയ്യാനുണ്ടോ അവസാനം? ഇങ്ങോട്ടാണല്ലോ കാണിക്കണത്. ഓ, ഇങ്ങോട്ടായിരിക്കും. ഇതാ ഒരു വീടുണ്ട്, ഇവരെടുത്ത് ചോദിക്കാം. കോപ്പുണ്ട്. ഇവിടെ ഒന്നും മനുഷ്യരേ ഇല്ല. അല്ല, ഇന്നാ അല്ല, മനുഷ്യരേ ഇല്ല എന്ന് തോന്നുന്നു. അയ്യോ, എന്തായാലും ഇതിൻ്റെ സൈഡിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. ആ മാമ ഇങ്ങോട്ട് തന്നെ കാണിച്ചത്. ആനക്കുളം മേളിലോട്ടാണ് കാണിക്കണത്. നമുക്ക് അങ്ങോട്ട് പിടിച്ച് മേള് കയറി പോയാലോ? മാപ്പ് കറക്റ്റായിരുന്നു ഇത്രയും നാൾ. മാപ്പിനെ വിശ്വസിക്കാം. ഇങ്ങോട്ടൊന്നുമില്ലല്ലോ, തിരിക്കാല്ലേ? എന്തായാലും ഇതുവരെ വന്നില്ലല്ലോ, അതുവരെ ഒന്ന് വിട്ടു വരാം. പിന്നെന്താ? യെസ്, നമ്മൾ എങ്ങോട്ടൊക്കെയോ പോവുകയാണ് ഫ്രണ്ട്സ്. എന്തായാലും പോകുന്ന സ്ഥലം ഒരു രക്ഷയില്ല, അതുകൊണ്ട് പൊക്കോണ്ടേയിരിക്കും. സ്വന്തമാക്കി ഇലകൾ പൊഴിയുമാ ശിശിരസന്ധ്യകളും ഇന്നെൻ്റെ സ്വപ്നങ്ങളിൽ വസന്തമായി. ഇതുവരെയില്ലാത്തോരഭിനിവേശം ഇന്നെൻ്റെ ചിന്തകളിൽ ഉണർത്തി. നീ എൻ്റെ പ്രിയ സഖി, പോകരുതേ ഒരു നാളുമെന്നിൽ നിന്ന്.
യെസ് ഫ്രണ്ട്സ്, നമ്മൾ വഴി തെറ്റിയാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഒരു വീട്ടിൽ ചോദിച്ചായിരുന്നു. ആൻറ്റി പറഞ്ഞു അവിടെ തടി മുറിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് കയറി പോകണമെന്നാണ് പറഞ്ഞത്. അത് തടി മുറിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണോ ആവോ? എല്ലായിടത്തും ഇങ്ങനെ തിരിഞ്ഞു പോകാൻ അന്ന് കുരിച്ച് ഒരു സ്ഥലം ഇങ്ങനെ തടി മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു അടയാളമാണോ? ഇതെന്തുവാ ഇവിടെ നിന്നുള്ള വ്യൂ ഇപ്പം? എൻ്റെ അമ്മേ, വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടുത്തെ യഥാർത്ഥ വ്യൂ. ഈ ചെളി അത് ഇതിൻ്റെ മണ്ടയിൽ കൂടെ കയറി എവിടെ കൂടെ പോയിട്ടൊക്കെ തന്നെ ആ കുഴിയിലെത്തണത്. ആനക്കുള വാട്ടർഫാളിലെത്തണം. അത് ഇങ്ങനെ നടന്നൊക്കെ തന്നെ പോകണം ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ. വമ്പൻ ഓഫ് റോഡ് പരിപാടിയാണ്. യെസ് 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 യെസ്. ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇതൊക്കെ ഒരു സാധാ സ്ഥലമായിരുന്നു. അവർക്ക് ഇതൊന്നും തോന്നുന്നില്ല. നമുക്ക് പക്ഷെ എന്തോ പോലെ. പിന്നെ പുഞ്ചക്കരിയിലൊക്കെ അടുത്തുള്ള ആൾക്കാരുണ്ട്. നമുക്കിത് വലിയൊരു സംഭവം അല്ല, അങ്ങനെയല്ല, വലിയ സംഭവമാണ്. പക്ഷെ നമ്മളിതൊക്കെ കാണുന്നുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മളെ വീടിൻ്റെ അവിടെയൊക്കെ ഉണ്ട്. ഇത്രയും പുഞ്ചക്കരി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? പുഞ്ചക്കരി പുഞ്ചക്കരി ഇത് തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് പോയതാണല്ലോ. ഇപ്പം എന്താ ഇതിന് പറ്റിയത്? എൻ്റെ അമ്മ ഹെവിയാണ്. CD100ൻ്റെ ഊപ്പാടുള്ളത്. ചേട്ടാ, ഈ ആനക്കയം വാട്ടർഫാൾസ് അവിടെയാണല്ലേ? പോയാൽ മതി. ശരി കേട്ടോ, താങ്ക്സ്. അത് പൊതുവേ നാട്ടുകാർക്ക് അവരുടെ സ്ഥലങ്ങളിലോട്ട് വരുമ്പോഴേ അവർക്കൊരു തരം കടിയാണ്. നമ്മളങ്ങനെ ഒരിക്കലും നമ്മളെ നാട്ടുകാരുടെ അടുത്ത് കാണിക്കരുത്. ഞാൻ അങ്ങനെ കാണിക്കാറില്ല. ഓ, അവിടെ ഇതിൻ്റെ അടിയിലോട്ടൊക്കെ അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നു, ട്രക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് നടന്നാണ് പോവേണ്ടത്. ഇനി തൽക്കാലത്തേക്ക് ഈ സാധനം വേണ്ടാത്തതുകൊണ്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റാം. മുന്നറിയിപ്പ്. എൻ്റെ അമ്മേ, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത ആയിക്കോട്ടെ. ദേവി, ഇവിടെ കൂടെയാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ട്രക്ക് ചെയ്ത് വേണം ഈ സ്ഥലത്തിലേക്ക് പോകാൻ. ഇവിടെ ഭയങ്കര സീനാണെന്ന് തോന്നുന്നു. ഇവിടെ ബോർഡുകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നാട്ടുകാർ. ചീവീടുകളുടെ സൗണ്ടും ആ ഒരു ഈ ഉച്ച വെയിലത്ത് ഇവിടെ എന്തൊരു തണുപ്പാണെന്ന് നോക്കിയേ. അയ്യോ, നമ്മുടെ അവിടെ സിറ്റിയിലൊക്കെ ചൂടാണ്, പുഞ്ചക്കരിയിലും ചൂടാണ്, ഭയങ്കര ചൂടാണ്. അല്ല, ഓക്കെ, കാറ്റൊക്കെ അടിക്കുന്ന വേറെ ലെവലാണ്. ചൂടും കാറ്റും അണ്ണീക്വലായിട്ട് അടിക്കും. യെസ്, ഉണ്ടായിരുന്നോ? ഇവിടെ കൂടെയൊക്കെ നിങ്ങൾ നടന്നു വേണം ഈ ഒരു സ്ഥലത്തിലേക്ക് എത്തിച്ചേരാം. നമ്മൾ നടന്നുകൊണ്ടിരിക്കും. കാവിൽ വാഴുമൊരു കന്നി, പൊൻകളരിവാതിലിലെ ദേവി, ചീലുച്ചിലെ ചീലമ്പും ചീലമ്പൊലിയോടെ ചിതറി വരുന്നോളെ, തെന്നൽ തോൽക്കും തളിരാളെ, ഒളിമിന്നൽ പോലെ അഴകോളെ, കറുകറെ കറുത്തൊരു കരിമുകിൽ പോലെ മുടിയുലയുന്നോളെ, മധുകര മൊഴി മനകര. ഇവിടെ നിങ്ങൾ പോകണമെന്ന് തോന്നുന്നു. ഇവിടെയാണോ?
ഇന്നും മേലെ ഇറക്ക് ഇല്ല ഇങ്ങനെ നടന്നു പോകണമെന്ന് തോന്നുന്നു. നമ്മൾ വന്നിട്ടില്ല ഫസ്റ്റ് ടൈം. ഈ വഴിയാണ് പോകുന്നത്. ഇങ്ങനെ ഇവിടെ കൂടെയാണ് പോണത്. ആ കറക്റ്റ് അറിയില്ല. സംഭവം ഇതല്ല, സംഭവം ഇതല്ല, വലിയൊരു കുളം, വല്ല ആഴത്തിലുള്ള ഒരു സംഭവമാണ്. വലിയൊരു കുളമാണ്. മേളാണോന്ന് അറിയില്ല. ഇങ്ങോട്ട് വഴിയുണ്ടല്ലോ, അതോ അവിടെ കൂടെ ആയിരിക്കും പോകണം. എന്താ വഴി? ഇങ്ങനെ നടന്നൊക്കെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കി നോക്ക്. ഇതിലെ കൂടെ ഇരിക്കുന്നത് അതിൽ നോക്കി നോക്കാം. സംഭവം ഇതാണെന്ന് തോന്നുന്നുള്ളു. ട്രക്കരേഖ അവരെന്തായി വരല്? ഞാൻ വീഡിയോയിൽ കണ്ടെടുത്ത് ഇങ്ങനെ അല്ല. ഇതാ കണ്ടില്ലേ, ഇനിയുണ്ട്. അടുത്ത് വരാൻ പറ. അതുവരെ വന്നിട്ട് ഇത് കാണാതെ പോയാ ഇതല്ലേ കാണേണ്ടത്. ഇങ്ങനെ ചാടിയും ട്രക്ക് ചെയ്തൊക്കെ പോണ ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടോ. നമ്മൾ വിളിക്കൊണ്ട് അവിടെയല്ല പോയി മുഴുവൻ. അതെ, ഒരു ഷൂ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ കൂടെ ഇടണം കേട്ടോ. അതെ, ഐ തിങ്ക് ദിസ് ഈസ് ദ പ്ലേസ്. അല്ലല്ല, ഓ ഇതൊക്കെ തന്നെ തോന്നുന്നു. ഇനി ഇങ്ങനെ കയറി പോകണമെന്ന് തോന്നുന്നു. ഇതല്ല, ഇതിലെ കയറണമെന്ന്. ഓ ഇങ്ങനെ പോകാൻ പറ്റൂല കേട്ടോ, കല്ലി കൂടെ കയറി. ഇത് തന്നെ സംഭവം. വാവ്, വയദരംശൗ വിഭവ സിന്ധു ഭുവനദന്തം വരണരംഗി വിഭവ സിന്ധു ഭുവനദന്തം ധീവര പ്രസര സൈന്യധാര. ഇത്ര തന്നെ, ഇത് തന്നെ, ഇത് തന്നെ. വെള്ളം കൂടുതലാണ് മഴ സമയത്ത്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ഇത് തന്നെ. ഇവിടെ നിന്നുള്ള വീഡിയോ ആണ് കണ്ടത്. അതാ ഏത് എൻ്റെ മേലോട്ട്. ഭുവനദന്തം വരണ വിഭവ സിന്ധു ധീവര ചിരഗംഭീര ധീവര പ്രസര. ഐസ് വാട്ടർ പോലത്തെ വെള്ളം, ഐസ് വാട്ടർ പോലത്തെ വെള്ളം. ഇവിടെയൊക്കെ ചവിട്ടിയാൽ ചറക്കി അങ്ങ് പോകും. നിങ്ങൾ ആദ്യം അങ്ങോട്ട് പോകും, ഞാൻ കയറട്ടെ. ഇത്രേ ഉള്ള, ഇത്രേ ഉള്ള. വാവ്, ഉൾക്കാട്ടിൽ നിൽക്കണ ഒരു ഫീലാണ് കേട്ടോ. ചീവീടുകളുടെ സൗണ്ടൊക്കെ കേട്ടില്ലേ? അമ്മേ, അമ്പൂരി.
ഇപ്പൊ എവിടെ ആയിരിക്കും? ഇത് പാറ ഊറ്റല്ലേ? ഓ, നാളെ നല്ല വെള്ളം ഒലിച്ചു വന്നാൽ ചത്ത് കേറ്. നിങ്ങളെ നല്ല ഷൂ ആണല്ലേ? പാമ്പൊന്നും ഇല്ലടാ. അത്ര ഉള്ള പിന്നെ അമ്മമാരോടെ കിടന്ന് തൊള്ളി ഭയങ്കര തോടിച്ചാണ് ബോർഡൊക്കെ വെച്ചിരിക്കുന്നു. ഇതിന്റെ ലൈറ്റ് ഓഫായി. ലൈറ്റ് ഓഫായി. കൊളാട്ടാണ് കൊളാട്ട. ആ വെള്ളത്തിൽ പോയി കുളി. അവിടെ ഇറങ്ങ്. അവിടെ അല്ലടാ, അങ്ങ് പോടാ, വെള്ളത്തിൽ പോയി കുളിയടാ. ഇവിടെ അവിടെ മാത്രം ആഴം ഉണ്ടാന്ന് നോക്കിയാൽ മതി. കുഴിയാ
യെസ് ഫ്രണ്ട്സ്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ യാത്ര ഇരിക്കാൻ പോവുകയാണ്. നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങിയ പോർഷനിലൊക്കെ ക്യാമറ ചാർജ് വെച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര ഹെവി ആയിരുന്നു. എൻ്റെ ഷൂ അങ്ങോട്ട് കിടക്കലായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ഹെവിയാണ്, ഓക്കെയാണ്. പക്ഷെ അണ്ണൻ വലിച്ചങ്ങ് കയറി. അണ്ണ ഇന്നാളൊക്കെ അവിടെ വന്നപ്പോൾ പമ്മി നിന്ന്, ഇന്ന് അവിടെയൊക്കെ ഓടി ചാടി കയറണം. എനിക്കൊരു പ്രചോദനമായിരുന്നു. ഞാൻ ഈ വെള്ളം കുഴപ്പമില്ല, വെറുതെ ചറക്കി വീണതിനെക്കാട്ടിലും വെള്ളത്തിൽ മുങ്ങണമല്ലോ. കാർക്കൂൺ കാർക്കൂന്തൽ ചുരുളിലെ തിങ്കൾ തുളസി തിരുകിയൊരു ശ്രീരാഗശ്രുതിയിലലിയുവരും പാർവതി. കാർക്കൂന്തൽ ചുരുളിലലിയ വരവാർ തിങ്കൾ തുളസി തിരുകിയൊരു ശ്രീരാഗശ്രുതിയിലലിയുവരും പാർവതി. പൂനിലാവിലാടുമല. നമ്മൾ ഇവിടെ കൂടെ നടന്നാണ് ഇങ്ങനെ പോവാം, നമ്മൾ വെള്ളത്തിൽ കൂടെയാണ് വന്നത്. പൂനിലാവിലാടുമരളിമരം പോലെ ശിവഗംഗേ. ഈ വഴിയല്ല, ഇങ്ങനെ അല്ലല്ല. ശിവഗംഗേ തുടിയിൽ ഉണരും ത്രിപുട കേട്ട് കുയിലുണ. നമ്മൾ വെള്ളത്തിൽ കൂടെ അല്ലേ എണ്ണ വന്ന്, കല്ലിൽ കൂടെ. റോഡ് മാർഗം ഇങ്ങനെ. ഇത് ഇവിടെ കൂടെ ഉള്ളവർക്ക് ഇങ്ങനെ വന്ന് കയറാനുള്ള വഴിയാണ്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറാം. നമ്മൾ വെള്ളത്തിൽ കൂടെയാണ് പോയി. വീഡിയോയിലുണ്ടല്ലോ വിശദമായിട്ട്. XY തലയൊക്കെ ഇന്നോടെ ഒന്ന് തോർത്തണം എനിക്ക്. യെസ്, ഇവിടെ കൂടെയൊക്കെ ട്രക്ക് ചെയ്താണ്. കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ ഉൾക്കാട്ടിലിറങ്ങി നമ്മളങ്ങ് മേലെ ഇരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഉള്ളിലിരിക്കണ ഒരു ഫീലാണ്. കാട്ടിൻ്റെയൊക്കെ ഉള്ളിൽ, അതിൻ്റെ അകത്ത് മറ്റേ ഇങ്ങനെ വെള്ളച്ചാട്ടം, ഇങ്ങനെ കുളിക്കാനുള്ളത്, അങ്ങനെ ഇരുന്ന് നമ്മൾ കാട്ടിനകത്തൊക്കെ ഇരിക്കണ ഒരു സംഭവം. വലിയതായിട്ട് ഞാൻ വെള്ളത്തിൽ തല മുക്കിയില്ല, പക്ഷെ അല്ലാതെ നല്ല രീതിയിൽ ഇതിനെക്കാട്ടിൽ ഞാൻ തല വെള്ളത്തിൽ ഹെവി ആയിട്ടങ്ങ് മുക്കുള്ളൂ. അപ്പോൾ അവിടെ ആഴമൊന്നുമില്ല, ഞാൻ കുളിക്കാന്നുള്ളത്. പക്ഷെ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരിത് മീൻസ് അങ്ങനല്ലോ. ഇത്ര സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാലിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയി. നീർക്കോലിയൊക്കെ ആയിരിക്കും, ചില പാമ്പും ആയിരിക്കും, പറയാൻ പറ്റില്ല. എന്താണോ ഒഴി വരാമല്ലോ. ഇങ്ങോട്ട് ചോദിച്ചാൽ ഭയങ്കര ഒന്നും ആയിരിക്കില്ല, വീട്ടിലും പറയാൻ പറ്റില്ല. പാമ്പൊക്കെ ഉണ്ടോ? നീർക്കോലി ആയിരിക്കും കൂടുതൽ, പാമ്പും ഉണ്ടാവും. ഇവിടെ വരുന്നവർ അച്ചടക്കം പാലിച്ച് മര്യാദയ്ക്ക് വരും. എന്തോ പരിപാടി പണിയൊക്കെ നടക്കണുണ്ട് കേട്ടോ. സോ അതൊക്കെയാണ് ഇന്നത്തെ ആനക്കുളം വാട്ടർഫാൾസ് എൻ്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ സപ്പോർട്ട് വേണം ഫ്രണ്ട്സ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇന്ന് കുളിക്കാനൊക്കെ പറ്റിയതുകൊണ്ട് ശരീരത്തിന് ഭയങ്കര ഫ്രഷ്നെസ്, വളരെയധികം മിനറലൈസ്ഡ് ആയിട്ടുള്ള. ഞാൻ വെള്ളം കുടിച്ചു, ഒന്നും വീഡിയോ എടുത്തില്ലല്ലേ ആ സമയത്ത്, ക്യാമറ ചാർജ് ചെയ്തു. ഞാൻ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു, കൈ കൊണ്ട് കോരി അങ്ങ് മേളി വെച്ച്, ടോപ്പിൽ വെച്ച്. നമ്മൾ കുളിച്ചെടുത്തല്ല. ദേ ഒരു ജീപ്പ്. ചായ കുടിക്കണോ? കുടിക്കല. എങ്ങനെയുണ്ട്? ഇവിടുത്തെ വൈബല്ലേ പൊളി. എന്തായാലും ഇവിടെ നിന്ന് തന്നെ കുടിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഫ്രണ്ട്സ്. നമ്മൾ തിരിച്ചു വന്നത് ആ ചായ കുടിക്കുന്നു, പോകുന്നു. രാത്രി ജോലിക്ക് ഇറങ്ങാനുള്ളതാണ്. സോ നമുക്കുള്ള പണം നമ്മൾ തന്നെ കണ്ടെത്തണമല്ലോ. നമുക്ക് നമ്മുടെ ജോലിയും വളരെ മുഖ്യമാണ് മക്കളെ. സോ പോണം. രാത്രി കഷ്ടപ്പെടുന്നു, ഇരുട്ടിൽ കഷ്ടപ്പെട്ട് രാവിലെ ആനന്ദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇരുട്ടിൽ ഹാർഡ് വർക്ക് ഇൻ ദ ഡാർക്ക് ആൻഡ് ലീവ് ഇൻ ദ ലൈറ്റ്നെസ് എന്നാണ് പറയപ്പെടുന്നത്. യെസ്, നമ്മൾക്ക് വേണ്ടിയുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തുക.
സോ അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ മക്കളെ, ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ട്രാവൽ വ്ളോഗുകളും ഫുഡ് വ്ളോഗുകളും പിന്നെ മറ്റ് പല വ്ളോഗുകളും വഴിയേ വരുന്നുണ്ട്. എല്ലാം ഒന്ന് കാണാനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമ്മളെല്ലാവരും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.